യമനെ ആക്രമിച്ച് അമേരിക്കൻ സൈന്യം. ഡിസംബർ 21 ഇസ്രായേലിലേക്ക് യമനിൽ നിന്നും ഹൂതികൾ മിസൈൽ അയച്ചതിന്റെ പ്രതികാരമായി ഹൂതി താവളങ്ങളിൽ വലിയ വ്യോമാക്രമണം അമേരിക്ക നടത്തുകയായിരുന്നു. ഹൂതി മിസൈൽ സംഭരണ കേന്ദ്രവും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും തകർത്തു. അമേരിക്ക പറയുന്നത് സൂയസ് കനാലിന്റെ സമീപമുള്ള ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ കൊള്ളയും ആക്രമണവും നടത്തുന്നവരാണ് ഹൂതി ഭീകരന്മാർ എന്നാണ്. ഇവർ അന്താരാഷ്ട്ര സമൂഹത്തിനാകെ ഭീഷണിയാണ്. ലോകത്തിന്റെ സമാധാനക്രമത്തെയും ചെറിയ നിരക്കിൽ സൂയസ് കനാൽ വഴിയുള്ള ചരക്ക് നീക്കത്തെയും ഹൂതികൾ തുരങ്കം വയ്ക്കുന്നു. അതിനാൽ തന്നെ യമനിൽ നിന്നും ഇവരെ തുടച്ചു നീക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് അമേരിക്കയുടെ വാദം. ഡിസംബർ 21 മധ്യ ഇസ്രായേൽ നഗരമായ ടെൽ അവീവിലായിരുന്നു ഹൂതികളുടെ സെൽ പതിച്ചത്. 16 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ അയൺ ഡോമുകൾക്ക് തടയാനാകാതെയായിരുന്നു ഹൂതികൾ അയച്ച ക്രൂയിസ് മിസൈൽ പതിച്ചത്. ഇതിന്റെ പ്രതികാരമായി ഹൂതികളെ തുടച്ചു നീക്കുമെന്നും ഹൂതികൾ ഉള്ളയിടം ലോകത്തെ നരകമായിരിക്കുമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അമേരിക്ക യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലാകെ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ഹൃദയത്തിൽ അറ്റാക്ക് നടത്തിയെന്നായിരുന്നു ടെൽ അവീവിൽ മിസൈൽ പതിപ്പിച്ച ശേഷം ഹൂതി തലവന്റെ പ്രഖ്യാപനം വന്നത്. യമനിൽ ആക്രമണം നടത്തിയ ശേഷം അമേരിക്കയുടെ പെന്റഗൺ ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: തെക്കൻ ചെങ്കടൽ, ബാബൽ മാൻഡബ്, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ US നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കും വ്യാപാര കപ്പലുകൾക്കുമെതിരായ ഹൂതികളുടെ ആക്രമണം തടയുമെന്നും ഹൂതികളെ യമനിലെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുമെന്നും അറിയിച്ചു. ചെങ്കടലിലെ കപ്പലുകൾ ആക്രമിക്കുന്ന ഭീകര കൂട്ടമാണിവർ. ഇവരുടെ എല്ലാ കഴിവുകളും തകർക്കുമെന്നും പെന്റഗൺ പറയുന്നു. ഹൂതികളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനും തരം താഴ്ത്തുന്നതിനുമാണ് അവർ ആക്രമണം നടത്തിയത് എന്ന് പെന്റഗൺ വ്യക്തമാക്കി. ഇതിനിടെ അമേരിക്കൻ സേന ഒന്നിലധികം ഹൂതി ഡ്രോണുകളും ചെങ്കടലിന് മുകളിലൂടെ ഒരു കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലും വെടിവെച്ചിട്ടു. ആഗോള വ്യാപാരത്തിന് നിർണായകമായ ചെങ്കടൽ പ്രദേശത്തെ ജലാശയങ്ങളിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി അമേരിക്കൻ, ബ്രിട്ടീഷ് സേനകൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ നിരന്തരം ആക്രമണം തുടരുകയാണ്. യമനിൽ നിന്നും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ശനിയാഴ്ച പുലർച്ചെ തെക്കൻ ടെൽ അവീവിലെ കളിസ്ഥലത്തായിരുന്നു പതിച്ചത്. മിസൈൽ തടയാനുള്ള ശ്രമം പരാജയപ്പെടുകയായിരുന്നു എന്നും ഇസ്രായേൽ അറിയിച്ചു. എന്തുകൊണ്ടാണ് മിസൈൽ തടയാൻ ആകാതിരുന്നത് എന്നതും കണ്ടെത്തിക്കഴിഞ്ഞതായി പറയുന്നു. ഓപ്പറേഷൻ സുരക്ഷാ പരിഗണനകൾ കാരണം വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അലേർട്ട് സിസ്റ്റത്തെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ല എന്നും IDF വ്യക്തമാക്കി. IDF നടത്തിയ പ്രാഥമിക അന്വേഷണം അനുസരിച്ച് വിവിധ തരത്തിലുള്ള ഇൻസെപ്റ്റർ മിസൈലുകളാണ് യമനിൽ നിന്നും ഹൂതികൾ അയച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ ക്രൂയിസ് മിസൈലുകൾ അടക്കം തകർക്കാൻ വ്യോമ പ്രതിരോധം ശക്തമായി നിലകൊള്ളുന്നതായിട്ടും ഹൂതികളുടെ മിസൈൽ ടെൽ അവീവിൽ പതിച്ചത് ഗൗരവത്തോടെയാണ് ഇസ്രായേൽ വീക്ഷിക്കുന്നത്. ഇസ്രായേൽ ഒരു മൾട്ടി ടയർ എയർ ഡിഫൻസ് അറേ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൽ ഹ്രസ്വദൂര അയൺ ഡോം, മീഡിയം റേഞ്ച് ഡേവിഡ് സ്ലിംഗ്, ലോങ് റേഞ്ച് ആരോ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നു. ഇതിൽ രണ്ടാമത്തേത് അന്തരീക്ഷത്തിന് പുറത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ ഇന്റർസെപ്റ്ററുകൾ എല്ലാം തന്നെ യമനിൽ നിന്നും ഹൂതികൾ അയച്ച് ടെൽ അവീവിലെ ജാഫയിലെ ഒരു പൊതു പാർക്കിൽ പൊട്ടിത്തെറിക്കുകയും സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മിസൈലിനെ തകർക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക യമനിൽ വൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.